അടുക്കളയിൽ നിന്ന് ദോശ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആ താഴെയുള്ള മരത്തിൻ്റെ എന്തോ ഒരു അനക്കം. എന്താണെന്നറിയാൻ ചെന്ന് നോക്കിയപ്പോഴല്ലേ ഇല്ല അവിടെ ഒരുത്തൻ. എന്നെ കണ്ടോ? ഇവനെ അങ്ങനെ കാണാറില്ല, ഇവിടെ റെയറായിട്ട് നമുക്ക് കാണാൻ കിട്ടുള്ളൂ. ന്യൂസിലാൻഡിലെ ആൾക്കാർ ഇതിനെന്തോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ട്രഷറായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. നമ്മുടെ സാധാരണ പീജിയനേക്കാളും നല്ല വലിപ്പമുണ്ട് ഇതിന്. അതാണ് ഇതിനെ ശ്രദ്ധിക്കാനും കാരണം. ഇത് കമ്പാരിസൺ നോക്കുമ്പോൾ കണ്ടതാണ്, ഇത് ഭയങ്കര വലിയ ഒരു പ്രാവാണ്. ഞാനിതിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ കാണുന്ന ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ പേരക്കയുടെ ഒരു ടേസ്റ്റും ഒരു ചെറുപ്പഴത്തിൻ്റെ ഒരു പുളിയൊക്കെ പോലത്തെ ഒരു ഫ്രൂട്ടാണിത്. ഇതാണ് അവൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലാസ് ഡോറ് മാറ്റിയെന്ന് അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചിലപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ പറന്നു പോകും. അത് കാരണം ഞാനിങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. മൗറി ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത് കെരേറു കുക്കു അല്ലെങ്കിൽ കുക്കുപ്പ എന്നൊക്കെ ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നാട്ടിലെ പുതിയ തരം ചെടികളുണ്ടാകുന്നതിന് അപൂർവമായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു റീസൺ കൂടി ഈ പ്രാവുകളാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവ സാധാരണ കാടുകളിലൊക്കെയാണ് കാണാറ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവർ നമ്മുടെ പാർക്കുകളിലും അതുപോലെ തന്നെ ആൾ താമസമുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് വരുന്നുണ്ട്. പതുക്കെ ഒന്ന് ഡോറ് തുറന്ന് നോക്കാം ഗൈസ്. പറന്ന് പോകുമല്ലോ അറിയണമല്ലോ. ഞാൻ ശബ്ദം ഉണ്ടാക്കാണ്ട് പതുക്കെ ഡോറ് തുറക്കുകയാണ്. പോയി.